നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഹോട്ട് ചോക്ലേറ്റ് ആണ്. കടയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് വീട്ടിൽ എളുപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഹോട്ട് ചോക്ലേറ്റ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇട്ട് കൊടുക്കാം. അൺസ്വീറ്റൻഡ് കൊക്കോ പൗഡറാണ് എടുത്തേക്കുന്നത്. പിന്നെ പഞ്ചസാരയുടെ അളവ് ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം മാറ്റം വരുത്താവുന്നതാണ്. ഇനിയും ഇത് അലിയാൻ ആവശ്യമായിട്ടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ പാലാണ് ചേർക്കുന്നത്. ഇനി ഇത് കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതിലോട്ട് 1 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 ഗ്ലാസ്സിലേക്ക് വേണ്ടിയുള്ള അളവാണ് പറയുന്നത്. നിങ്ങൾക്ക് കൂടുതൽ അളവിൽ ഇത് തയ്യാറാക്കണമെങ്കിൽ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും അതിനനുസരിച്ച് മാറ്റം വരുത്തിയാൽ മതി. ഇനി ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് ബോയിൽ ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇതേപോലെ ചെറിയ 2 പീസ് കുക്കിംഗ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ഇങ്ങനെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്യാതെ ഡയറക്റ്റ് ഇതിലോട്ടിട്ട് അലിയിച്ചെടുത്താലും മതി. അല്ലെങ്കിൽ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുത്താൽ വേഗം അങ്ങ് അലിഞ്ഞോളും. പിന്നെ വേണമെങ്കിൽ ഇതിലോട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. പക്ഷെ അതൊന്നും ചേർക്കാതെ തന്നെ ഇതിന് നല്ല ടേസ്റ്റ് ആണ്. ഇപ്പം ചോക്ലേറ്റ് ഒക്കെ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊരു ഗ്ലാസ്സിലോട്ട് മാറ്റാം. ഇതിലോട്ട് വേണമെങ്കിൽ മാഷ്മെലോ അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം കൂടി ചേർത്ത് സെർവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹോട്ട് ചോക്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ എളുപ്പം വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയതാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. പിന്നെ ഞാൻ വീഡിയോസ് ഇടുമ്പോഴൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ വരുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അതിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. താങ്ക്